അല്ല, സ്വരാജ് ഇവിടെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട്. സ്ഥാനാർത്ഥി അതിൻ്റെ പക്വതയിലാണ് പെരുമാറുക. അതിൻ്റെ പ്രതികരണം ആ പക്വതയോടു കൂടിയാണ്. അപ്പോൾ അതിന്നൊരു ചോദ്യം ഉണ്ടാവേണ്ടതില്ല നമുക്ക്. സത്യത്തിൽ വളരെ പക്വമായ, എല്ലാവരെയും കാണുക എന്നുള്ള നിലയ്ക്ക് വി പ്രകാശിൻ്റെ വീട്ടിൽ അദ്ദേഹം പോകുന്നു. അപ്പോൾ നിങ്ങളിനി പത്രപ്രവർത്തകരായതുകൊണ്ട് ചില ജിജ്ഞാസകൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ സ്വാഭാവികമാണത്. ആ ജിജ്ഞാസകൾ രൂപപ്പെട്ട് വരുന്നതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പക്വതയോടുകൂടി പ്രതികരിക്കുക. അല്ല, നിങ്ങൾ പറയുന്ന ഭാഷയിൽ എനിക്ക് മനസ്സിലാവും. പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞ പോലെയല്ല സ്വരാജ് അതിനെ കണ്ടത്. ആ വീട്ടിൽ പോയതും അവിടെ അവരോട് സംസാരിച്ചതും അതിലൊരു രാഷ്ട്രീയമില്ല. ഞാനിവിടെ സ്ഥാനാർത്ഥി ഒരാൾക്ക് തന്നെ കാര്യമായി കാണുന്നില്ല, അതൊരു ചർച്ചയാവേണ്ട വിഷയം പോലുമല്ല എന്നാണ് സ്വരാജ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പക്വതയോട് കൂടി എന്ന് പറയല്ലേ ചെയ്ത്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ട? മാറ്റി പറയണോ? നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ മാറ്റണോ? അത് വേണ്ട. മലപ്പുറത്തിനെ പറഞ്ഞു, മലപ്പുറം വർഗീയമാക്കാൻ ശ്രമിച്ചു UDF, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകെട്ട്. ഈ രണ്ട് വിഷയങ്ങളിലും ആദ്യത്തെ കക്ഷി ഇടതുപക്ഷം തന്നെയല്ലേ? മലപ്പുറത്തിനെ വർഗീയമായി ചിത്രീകരിച്ചത് ആ പ്രചാരണം വരുന്നത് തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാമത് ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള കൂട്ടുകെട്ട്, ഈ മലപ്പുറത്തടക്കം മലബാറിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ആദ്യവും ഈ അവസാനവും കുട്ടികളല്ല കൂട്ടുകെട്ടുള്ളതും ഒരുമിച്ച് മത്സരിച്ചതും ഒരുമിച്ച് ഭരണം പങ്കിട്ടതും LDF ആണ്, CPM ആണ്. പിന്നെ ഈ ആരോപണം ഉന്നയിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരെ തിരിച്ചു പറയുന്നതാണ്. നിങ്ങളെ കൂടെ നിൽക്കുമ്പോൾ അവർ നല്ലവരും, അല്ലാതിരിക്കുമ്പോൾ ചീത്തയുമാകുന്ന ഒരു. ഇപ്പൊ അവരെ കൂടെ സംഭവിച്ചു. അവര് ജമാഅത്തെ ഇസ്ലാമിയും പിന്നെ UDF ഒരുമിച്ചാന്ന് അവർ സമ്മതിച്ചല്ലോ. അത്ര മതി. എനിക്കതേ ആവശ്യമുള്ളൂ. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയും UDF-ഉം ഒരുമിച്ചാണ് എന്ന് അവര് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തി. ഏത് സ്ഥായിയായ CPM-ന്റെ നിലപാട് CPM-ന്റെ പാർട്ടി പ്രോഗ്രാമിലാണ്. അത് സ്ഥായിയായ നിലപാടാ. ഏത് നിങ്ങളെ അത് പറഞ്ഞോളൂ ചോദിച്ചു. ഞങ്ങള് ഭരണം പങ്കിട്ടിട്ടുണ്ട്. അത് CPI-നോടാണ്. പിന്നെ RSP, നമ്മുടെ അതല്ലേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അറിയുന്നത്. ഭരണം പങ്കിട്ടിട്ടുള്ള ഒരു മുന്നണി പൊതുപരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഈ കേരള സംസ്ഥാനത്തുണ്ട്. LDF വളരെ വർഷക്കാലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. LDF-ൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഘടകകക്ഷിയുള്ളതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഏത് വെൽഫെയർ പാർട്ടി? എന്നാ വെൽഫെയർ പാർട്ടി LDF ഘടകകക്ഷിയായത്? ഇപ്പൊ വെൽഫെയർ പാർട്ടിക്ക് ഒരു വലിയ പദവി കിട്ടിയിട്ടുണ്ട്, അസോസിയേറ്റ്. എന്നാ നിങ്ങൾ LDF-ൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് എന്ന്, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ഉണ്ട് എന്നായിരുന്നു അത്? ആ തീയതി എന്ന് പറയും. ഞാൻ ചോദിച്ചതിന് ഞാൻ അങ്ങനത്തെ ഒരു ഉത്തരം പറയുന്നുണ്ട്. LDF എന്ന് പറഞ്ഞാൽ ഒരു മുന്നണിയാണ്. ആ മുന്നണിയിൽ ഒരു കാലത്തും വെൽഫെയർ പാർട്ടിയോ ജമാഅത്തെ ഇസ്ലാമിയോ ഉണ്ടായിട്ടില്ല.